അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിസാനുൽ ഖുർആനിലെ നാലാമത്തെ അധ്യായം സ്വല്ലൈതു റക്അത്തൈൻ. ഇതിലുള്ള തെദ്രീബാത്താണ് പഠിക്കാൻ പോകുന്നത്. അതായത് ക്വസ്റ്റ്യൻ ആൻസർ ആണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ പഠിച്ച നുലാഹിദുൽ അംസിലത്ത, ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. ലിൽ മഫൂല് മുത്ലഖ്. മഫൂല് മുത്ലഖാണ് നമ്മുടെ ചാപ്റ്ററിലുള്ള കോർ പോയിന്റ്. അതുമായി ബന്ധപ്പെട്ട അതിനെ ശ്രദ്ധിച്ചാൽ നമുക്കൊന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. മഫൂല് മുത്തലക്കിനുള്ള ഉദാഹരണങ്ങൾ നോക്കാം, ശ്രദ്ധിക്കാം. ഖാഫത്തി തിഫ്ലത്തു മിനൽ ഹയ്യത്ത് ഖൗഫ. തിഫ്ല്, തിഫ്ലത്ത്. തിഫ്ല് എന്ന് പറഞ്ഞാൽ ആൺകുട്ടി, തിഫ്ലത്ത് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിനി അല്ലെങ്കിൽ പെൺകുട്ടി എന്നൊക്കെ പറയാം. പെൺകുഞ്ഞ്. തിഫ്ലത്ത് എന്ന് പറഞ്ഞാൽ പെൺകുഞ്ഞ്. പെൺകുഞ്ഞ് പേടിച്ചു. ഖാഫത്തി എന്ന് പറഞ്ഞാൽ, ഖാഫത്ത് എന്ന് പറഞ്ഞാൽ പേടിച്ചു. തിഫ്ലത്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടി. മിനൽ ഹയ്യത്തി, പാമ്പിന്. പാമ്പിൽ നിന്ന് പേടിച്ചു. ഖൗഫൻ, ഒരു പേടി പേടിച്ചു. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു മസ്ദറാണ് ഖൗഫ് എന്നുള്ളത്. ഖാഫ യഖാഫു ഖൗഫ്, ഇങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ ഖൗഫ് അതിന് എന്തായിരിക്കും? നസ്ബായിരിക്കും, ഫത്ഹായിരിക്കും. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇതാണ് ഇവിടെയുള്ള മഫ്ഊല് മുത്ലഖ്. ശ്രദ്ധിച്ചല്ലോ. ഇനി അടുത്ത നളറ റജുലു. റജുല് നോക്കി, പുരുഷൻ. റജുല് എന്ന് പറഞ്ഞാൽ പുരുഷൻ നോക്കി. നളറ എന്ന് പറഞ്ഞാൽ നോക്കി. അർ റജുലു പുരുഷൻ. അദുവഹു അവൻ്റെ ശത്രുവിനെ. അദുവ് എന്ന് പറഞ്ഞാൽ ശത്രു, ഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ. അവൻ്റെ ശത്രുവിനെ നോക്കി. നളിറത്തൽ ഓലബി, ദേഷ്യത്തിൻ്റെ നോട്ടം. എങ്ങനത്തെ നോട്ടം നോക്കി? നളിറത്തൽ ഓലബി, ഓലബിൻ്റെ നോട്ടം. ഓലബ് എന്ന് പറഞ്ഞാൽ ദേഷ്യം. ദേഷ്യത്തിൻ്റെ നോട്ടം നോക്കി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ഏതായിരിക്കും. നിങ്ങൾ നോക്കൂ, ഏതായിരിക്കും മഫ്ഊൽ മുത്ലഖ്? ഇതല്ലേ? നളറ യൻളുറു നളിറത്തൻ. നളിറത്തൻ, നളിറെന്നും പറയാം, നളിറത്ത് എന്നൊക്കെ പറയും. അപ്പോൾ നളിറത്ത് എന്നുള്ളത് മഫ്ഊൽ മുത്ലഖ്, ഇതിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടതാണ്. ഇതിൻ്റെ ഫത്ഹാണ് ഇതിൻ്റെ ഇഅ്റാബ് ഉള്ളത്. അപ്പോൾ മഫ്ഊൽ മുത്ലഖ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. അടുത്തത് നോക്കാം. ഫർറ സാരിഖു ഫിറാറൽ മൗതി. ഫർറ ഓടി, അസാരിഖു കള്ളൻ, ഫിറാറൽ മൗതി മരണയോട്ടം. മരണയോട്ടം ഓടി. അപ്പോൾ ഫർറ യഫിറു ഫിറാർ, അതിൽ നിന്നുള്ള അതിൽ നിന്നുള്ള മസ്ദറാണ് ഈ കാണുന്നത്. അതാണ് ഇതേപോലെ തന്നെയല്ല ഇതുള്ളത്. അപ്പോൾ ഫിറാർ അങ്ങനെ നോക്കിയാൽ തന്നെ നമുക്ക് എക്സാമിൽ ഈ ഒരു മാർക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഫിറാർ, ഫിറാർ എന്താണ്? മഫ്ഊല് മുത്ലഖാണ്. അപ്പോൾ അതിന് നസ്ബാണ്. കണ്ടല്ലോ, അതേ വെർബിൽ നിന്ന് ഉത്ഭുതമായതാണ്. ഇനി അടുത്തത് ഫാസ ഫരീഖുൻ ഫിൽ മുബാറാത്തി ഫൗസൽ ഫറഹി. ഫാസ എന്ന് പറഞ്ഞാൽ വിജയിച്ചു. ഫരീഖുൻ ഒരു കൂട്ടാളുകൾ, ഒരു സംഘം. ഫിൽ മുബാറാത്തി, മുബാറാത്ത് എന്ന് പറഞ്ഞാൽ മത്സരം. മത്സരത്തിൽ ഒരു കൂട്ടം വിജയിച്ചു. എങ്ങനെ വിജയിച്ച്? ഫൗസൽ ഫറഹി, ആഹ്ലാദ വിജയം. എങ്ങനത്തെ വിജയം എന്നത്? ആഹ്ലാദപരമായിട്ടുള്ള വിജയം വിജയിച്ചു. മത്സരത്തിൽ ഒരു സംഘം ആഹ്ലാദ വിജയം വിജയിച്ചു. ആഹ്ലാദ വിജയം. ഫൗസ്, ഫാസ യഫൂസു ഫൗസ്. അതിൽ നിന്നുള്ള മസ്ദറാണ്, നസ്ബാണ്. നസ്ബ് എന്ന് പറഞ്ഞാൽ ഫത്ത് ആണ്. അപ്പോൾ ഇതിൽ നിന്നുള്ള അപ്പോൾ നമുക്ക് മനസ്സിലായി മസ്ദറാണെന്നുള്ളത് കിട്ടി. ഇനി അടുത്തത് നമ്മൾ അത് പഠിച്ചു. ഫാസ ഫരീഖും ഫിൽ മുബാറാത്തി, അത് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി അടുത്ത ഉദാഹരണം യകുലുൽ ഖിർദു. ഖിർദ് എന്ന് പറഞ്ഞാൽ കുരങ്ങൻ, തിന്നും. യകുലുൽ ഖിർദു, കുരങ്ങൻ തിന്നും. തിന്നു എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. തിന്നും, ഭക്ഷിക്കും. മൗസൽ, മൗസൽ അഖ്ലത്തൻ. മൗസ അൽ മൗസ, പയം തിന്നും. അഖ്ലത്തൻ, ഒരു തീറ്റി. അഖ്ലത്തൻ, അക്കല യകുലു അഖ്ലത്തൻ എന്ന് പറയാം. അഖ്ലത്തൻ ഇത് മസ്ദറാണ്. ഇത് മസ്ദറായി ഫീൽഡ് അതേപോലെ തന്നെ അല്ലേ. അക്കല അഖ്ലത്തൻ ഒരു ബന്ധമുണ്ടല്ലോ, കണ്ടില്ലേ? ഈ ബന്ധമാണുള്ളത്. അഖ്ലത്തൻ നസ്ബാണ്, അതുകൊണ്ട് അത് മഫ്ഊൽ മുത്ലഖാണ്. അപ്പോൾ മഫ്ഊൽ മുത്ലഖിനെ ഒന്നും കൂടി നമുക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിച്ചു. ഇനി അടുത്തത് നുക്കമ്മിലു ബിൽ മഫ്ഊൽ മുത്ലഖ്. നമ്മൾ വിട്ട ഭാഗം പൂരിപ്പിക്കണം. വിട്ട ഭാഗം പൂരിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? അത് മഫ്ഊൽ മുത്ലഖ് വെച്ചിട്ടാണ് പൂരിപ്പിക്കേണ്ടത്. അപ്പം മഫ്ഊൽ മുത്ലഖ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പൂരിപ്പിക്കാൻ പറ്റും. ഹറബൽ ജയ്ഷു. ഹറബ എന്ന് പറഞ്ഞാൽ ഹറബ എന്ന് പറഞ്ഞാൽ ഹറബ അൽ ജയ്ഷു, യുദ്ധക്കളത്തിൽ നിന്നും സൈന്യം മരണയോട്ടമോടി. യുദ്ധക്കളത്തിൽ നിന്ന് സൈന്യം മരണയോട്ടമോടി. ഹറബ എന്ന് പറഞ്ഞാൽ പേടിച്ചോടുക. അൽ ജയ്ഷു എന്ന് പറഞ്ഞാൽ സൈന്യം. മിനൽ മഅറഖ്, മഅറഖ് എന്ന് പറഞ്ഞാൽ യുദ്ധക്കളം. അപ്പോൾ യുദ്ധക്കളത്തിൽ നിന്ന് സൈന്യം ഓടി. ഓടി എങ്ങനെ? ഹറബൽ മൗത്ത്. ഇവിടെ നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടില്ല, ഇതാണ് നമ്മൾ ചേർക്കാനുള്ളത്. എന്താണ്? മഫ്ഊൽ മുത്ലഖ് നമ്മളോട് ചേർക്കണം.
അപ്പൊ ഞാൻ ഉണ്ടാക്കിയ മഫ്ഊൽ മുത്ലഖ് ഒന്ന് നോക്കൂ. ഹറബൽ മൗത്തി, മരണ ഓട്ടം. ഹറബൽ മൗത്തി ശരിയല്ലേ? ഹറബിൽ നിന്നിട്ട് തന്നെ പറഞ്ഞ ഹറബ യറുബു ഹർബൻ. ആ ഹർബ എന്നുള്ളതാണ് മഫ്ഊൽ മുത്ലഖ്. നസ്ബ് ചെയ്തു, അതുകൊണ്ട് മഫ്ഊൽ മുത്ലഖ് നമ്മൾ കൊടുത്തു. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ കിതാബിൽ എഴുതുക. പിന്നെ അടുത്ത ഉദാഹരണം, ഖതല സാലബ് ദീക ഖത്ലൻ. ഖതല എന്ന് പറഞ്ഞാൽ കൊന്നു, സാലബ് എന്ന് പറഞ്ഞാൽ കുറുക്കൻ. കുറുക്കൻ അദ്ദീക്ക കോഴിയെ. അപ്പോൾ ദീക്ക് കുറുക്കൻ കോഴിയെ കൊന്നു. ഖത്ലൻ ഒരു കൊല്ലൽ കൊന്നു. ഒരു കൊല്ലൽ, ഭയങ്കര കൊല്ലൽ എന്ന് പറയും നമ്മൾ. ഒരു കൊല്ലൽ അങ്ങോട്ട് കൊന്നു. അപ്പോൾ ഖത്ലൻ, ഖത്തല യഖ്തുലു ഖത്ലൻ, അതിൻ്റെ എന്താണ് മസ്ദറാണ്. അതുകൊണ്ട് തന്നെ നസ്ബാണ്, മഫ്ഊൽ മുത്ലഖാണ്. മഫ്ഊൽ മുത്ലഖിന് നമ്മൾ ആഡ് ഓൺ ചെയ്തു കേട്ടോ. നിങ്ങൾ കിതാബിൽ കൃത്യമായിട്ട് എഴുതുക. യദ്ബഹു റജുലു അദ്ദജാജത ദബഹൻ. യദ്ബഹു എന്ന് പറഞ്ഞാൽ അറുക്കും, അറുക്കും. അർറജുലു പുരുഷൻ, അദ്ദജാജത കോഴിയെ, ദബഹൻ ഒരു അറുക്കൽ. യദ്ബഹു എന്ന് പറഞ്ഞാൽ ദബഹ യദ്ബഹു ദബഹൻ, അതിൽ നിന്നുള്ള മസ്ദറാണ് എന്ത്? ദബഹൻ എന്നുള്ളത്. അപ്പോൾ കിട്ടിയല്ലോ, നമ്മൾ ദബ് ആഡ് ഓൺ ചെയ്തതാണ്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എങ്ങനെയാണ് ഇത് വന്നത് എന്നുള്ളത്. അതിന് ഫതഹാണ് കൊടുത്തിട്ടുള്ളത്, ദബഹൻ എന്നാണ് ഉള്ളത് കേട്ടോ. ഇനി അടുത്തത് യഖ്റഉ ത്വാലിബു. യഖ്റഉ എന്ന് പറഞ്ഞാൽ വായിക്കും, ത്വാലിബു വിദ്യാർത്ഥി, അൽ ജരീദത പത്രം, പത്രം വായിക്കും, മർറത്തൈനി രണ്ട് പ്രാവശ്യം. എത്ര പ്രാവശ്യം? രണ്ട് പ്രാവശ്യം. അപ്പൊ ഈ മർറത്തൈനി എന്നുള്ളത് ഇവിടെ എന്താണ്? ഇവിടെ മഫ്ഊല് മുത്ലഖാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് പറയുന്നു. അതിന്റെ പ്രാവശ്യത്തെ സൂചിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ, 2 പ്രാവശ്യം 5 പ്രാവശ്യം എന്നൊക്കെ പറയില്ലേ, അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നുമയ്യിസുൽ മഫാഇല വനക്തുബുഹ ഫിൽ ഫറാഗി കമാ ഫിൽ മിസാലി. മഫായിൽ, മഫ്ഊലുകൾ നമ്മൾ വിവിധ തരങ്ങളിലുള്ള മഫ്ഊലുകൾ പഠിച്ചിട്ടുണ്ട്. അതിനെ വേർതിരിക്കണം. വനക്തുബുഹ ഫിൽ ഫറാഗി, വിട്ട ഭാഗത്ത് നമ്മൾ എഴുതണം അവകളെ. കമാ ഫിൽ മിസാലി, ഉദാഹരണത്തിലുള്ളതുപോലെ. ഉദാഹരണത്തിൽ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് അല്ലേ, കിതാബിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫതൽ ഖാദിമു അൽ ബവാബത, അൽ ബവാബത്ത ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം അതുപോലെ എഴുതുക. ഫതഹൽ ഖാദിമു, ഖാദിം വേലക്കാരൻ തുറന്നു, അൽ ബവാബത്ത ഗേറ്റ്, ഗേറ്റ് തുറന്നു. എന്താ തുറന്നത്? ബവാബത്ത ഗേറ്റ് തുറന്നു. ഇതെന്താണ്? മഫ്ഊല് ബിഹിയാണ്. മഫ്ഊലിന്റെ വിവിധ ഭാഗങ്ങളുണ്ട്, നമ്മൾ പഠിച്ചു. മഫ്ഊല് ബിഹി ഉണ്ട്, മഫ്ഊല് മുത്തഖ് ഉണ്ട്, മഫ്ഊല് ലഹു ഉണ്ട്, അതുപോലെ തന്നെ മഫ്ഊല് ഫീഹി ഉണ്ട്. എന്താണ് മഫ്ഊല് ബിഹി എന്ന് പറഞ്ഞാൽ? എന്താ? ഈ വെർബിന്റെ അസർ ഉണ്ടാകുന്ന ആ പ്രവൃത്തി റിസീവ്, അതിന്റെ ആ പ്രവൃത്തിയുടെ ഫലം സിദ്ധിക്കുന്നത്, അത് അങ്ങനെ പറയാം നമുക്ക് മഫ്ഊല് ബിഹി എന്ന് പറയും. ഇതിന് ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും? ഒബ്ജക്റ്റ് എന്ന് പറയും. ഒബ്ജക്റ്റ് എന്ന് പറയും. അതേ സംബന്ധനാണ് എന്തില്? മഫ്ഊല് ബിഹി എന്ന് പറയും. ഇനി മഫ്ഊലുൽ ലഹു. മഫ്ഊലുൽ ലഹു എന്ന് പറഞ്ഞാൽ ഫീല് എന്തിന് വേണ്ടി, ലി അജലി. മഫ്ഊലുൽ ലി അജലി എന്നും പറയാറുണ്ട് ചില ആളുകൾ. അപ്പൊ മഫ്ഊലുൽ ലി അജലി, അതായത് മഫ്ഊല് ആ പ്രവൃത്തി എന്തിന്റെ കാരണത്തിന് വേണ്ടി, ഇതാണ് മഫ്ഊലുൽ ലഹു. ഇനി മഫ്ഊല് ഫിഹി, സ്ഥലത്തോ കാലത്തോ, ആ പ്രവൃത്തി ഏതെങ്കിലും സ്ഥലത്താണോ അല്ലെങ്കിൽ കാലത്താണോ ചെയ്തിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നതാണ് മഫ്ഊലു ഫിഹി. അപ്പോൾ മഫ്ഊലുൽ ലഹു നമ്മൾ പറഞ്ഞു, മഫ്ഊലു ബിഹി പറഞ്ഞു, മഫ്ഊലു മുത്ലഖ്. മുത്ലഖ് എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തിയെ ഒന്ന് ഊന്നി പറയുന്നതിനാണ് മഫ്ഊൽ മുത്ലഖ്. അപ്പോൾ 4 നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഉദാഹരണത്തിലേക്ക് കടക്കാം. കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കണം. ഫതൽ ഖാദിമു അൽ ബവാബത്ത, ഇവിടെ മഫ്ഊല് ബിഹി ആണ് സംഭവിച്ചിട്ടുള്ളത്. ഖാദിമു തുറന്നു, അൽ ബവാബത്ത ബവാബത്തിനെ, തിനെ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രവൃത്തി എന്ത് ചെയ്തു? ഈ പ്രവൃത്തിയുടെ അസറ് ബവാബത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കുക. സാറത്ത് സയ്യാറത്തു സൈറൽ അറബത്തി. സാറത്ത് എന്ന് പറഞ്ഞാൽ ഓടി, അസയ്യാറത്തു കാറ്, സൈറൽ അറബത്തി ശക്തമായ ഓട്ടം, കാർ ശക്തമായ ഓട്ടം. നമ്മൾ മനസ്സിലാക്കിയില്ലേ, ഇവിടെ സാറയിൽ നിന്ന് തന്നെ ഉത്ഭവിച്ച മസ്ദറാണിത് സൈർ. അതുകൊണ്ട് എന്തായിരിക്കും? മഫ്ഊൽ മുത്ലഖ് ആയിരിക്കും. അതാണ് നമ്മുടെ ഈ ചാപ്റ്ററിലുള്ളത്. അത് കിട്ടി. മഫ്ഊൽ മുത്ലഖ് നെയ്ത് കൃത്യമായിട്ട് സൈർ എന്നുള്ളതാണ് കേട്ടോ. ഇനി ഖാമൻ നാസു, ജനങ്ങൾ എഴുന്നേറ്റ് നിന്നു, മിനൽ മജ്ലിസി സദസ്സിൽ നിന്ന്, ഇജ്ലാലൽ ഖാദി, ഖാദിയെ ബഹുമാനിക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ വേണ്ടി എന്ന അർത്ഥത്തിനുള്ള മഫ്ഊൽ, ആ മഫ്ഊൽ എന്തായിരിക്കും? പറഞ്ഞോളൂ. മഫ്ഊലുൽ ലഹു ആയിരിക്കും. മഫ്ഊലുൽ ലഹു കാരണത്തിന് വേണ്ടി. കാരണം, ആ പ്രവൃത്തിയുടെ കാരണം എന്താണ്? ഇജ്ലാലൻ, പ്രവൃത്തിയുടെ കാരണം എന്താ? ഇജ്ലാലൽ ഖാദിയെ ബഹുമാനിക്കുക. അപ്പൊ ഇജ്ലാൽ എന്നുള്ളത് മഫ്ഊലുൽ ലഹു ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് റഅയ്തുൽ ഫുലൂസ, റഅയ്തു ഞാൻ കണ്ടു, അൽ ഫുലൂസ പണം, പണം, ഇന്ദൽ ഗനിയ്യി പണക്കാരന്റെ അടുത്ത്, പണക്കാരന്റെ അരികിൽ ഞാൻ പണം കണ്ടു. അപ്പൊ ഇവിടെ എന്താ? അടുത്ത്, അരികിൽ. ആ പ്രവൃത്തി
നമ്മൾ സ്ഥലത്തെയോ കാലത്തെയോ ഒക്കെ സൂചിപ്പിക്കുന്നത് അല്ലേ? സ്ഥലത്ത് ഇന്ദൽ അനി, വനി, വനീന്റെ അടുക്കൽ. അപ്പൊ എന്തായിരിക്കും അത്? മഫൂല് ഫീഹിയാണ്. ലർഫ് സമാൻ, ലർഫ് മക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അവിടെ നമ്മൾ ആ ചാപ്റ്ററിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മഫൂലു ഫീഹിയാണ്. അടുത്ത് എന്നുള്ള അർത്ഥത്തിൽ വരുമ്പോൾ അത് മഫൂലു എവിടെയാണ്? പണക്കാരൻ്റെ അടുത്ത് എന്നുള്ള അർത്ഥത്തിൽ വരുമ്പോൾ മഫൂൽ ഫീഹിയാണ്. ഇനി അടുത്തത് യൻസുറുൽ ഗനിയും, പണക്കാരൻ സഹായിക്കും, അൽ ഫക്കീറ, ഫക്കീറിനെ സഹായിക്കും, ഹുബ്ബല്ലില്ല, അള്ളാഹുവിന് വേണ്ടി. ഫക്കീർ എന്ന് പറഞ്ഞാൽ ദരിദ്രനെ സഹായിക്കും, പണക്കാരൻ ദരിദ്രനെ സഹായിക്കും, ഹുബ്ബല്ലില്ല, അള്ളാഹുവിന് വേണ്ടി. അപ്പൊ ഹുബ്ബൻ എന്നുള്ളത് മഫ്ഊലുൽ ലഹു ആണ്. എന്താണ് ഈ ഹുബ്ബൻ എന്നുള്ളത്? എന്താണ് ഇവിടെ? വേണ്ടി എന്നല്ല അർത്ഥം വരുന്നത്. ഹുബ്ബല്ലില്ല, അള്ളാഹുവിന് വേണ്ടി. അപ്പൊ ഹുബ്ബൻ എന്നുള്ളത് എല്ലാത്തിൻ്റെയും ഇറാബ് എന്താണ്? ഫത്ഹായിരിക്കും കേട്ടോ. ഇവിടെ ഹുബ്ബൻ, ഹുബ്ബൻ ലില്ല ഇങ്ങനെയാണ് എഴുതേണ്ടത്. ചില മിസ്റ്റേക്ക് ഉണ്ട്, അത് നിങ്ങൾ കറക്റ്റ് ചെയ്യുക കേട്ടോ. ഹുബ്ബൻ ലില്ല, അള്ളാഹുവിന് വേണ്ടി. അപ്പോൾ ഹുബ്ബൻ എന്നുള്ള മഫൂലുൽ ലഹു ആണ്. ഇവിടെ വേറൊന്നുണ്ട് കണ്ടോളൂ. അൽ ഫഖീറ മഫൂല് ബിഹിയാണ്. മഫൂൽ ബിഹിയാണ് അൽ ഫഖീറ എന്നുള്ളത്. ഇനി അടുത്ത ഉദാഹരണം യജ്ലിസുൽ ഖിത്തു തഹ്തൽ ഉസ്കുംബുലതി, ഉസ്കുംലതി. യജ്ലിസു ഇരിക്കും, അൽ ഖിത്തു പൂച്ച, തഹ്തൽ ഉസ്കുംലതി സ്റ്റൂളിനടുത്ത്. ഈ അർത്ഥത്തിൽ വരുമ്പോൾ എന്താണ്? ആ പ്രവൃത്തിയുടെ സ്ഥലം അല്ലേ? എവിടെയാണ്? അടുത്ത് എന്നുള്ളത് മഫൂൽ ഫീഹിയാണ്. ദർഫ് മക്കാനാണ്, സ്ഥലത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ മഫൂൽ ഫീഹിയാണ്. അപ്പോൾ തെഹ്ത എന്നുള്ളത് എന്താണ്? മഫൂൽ ഫീഹിയാണ്. ഇനി അടുത്തത് ആഷൽ ആലിമു, പണ്ഡിതൻ ജീവിച്ചു, ഈശത്തൽ മസാക്കീൻ, ദരിദ്രരുടെ ജീവിതം. അപ്പം ദരിദ്രരുടെ ജീവിതത്തിന്റെ ഇനാണ് പറയുന്നത്. ആ ഇനാണ് പറയുന്നത്. അത് എന്തായിരിക്കും? മഫൂൽ മുത്തലക്കായിരിക്കും. അതേ പദത്തിൽ നിന്ന് വന്നതല്ലേ? അപ്പോൾ മഫൂൽ മുത്തലക്ക കണ്ടുപിടിക്കാൻ വളരെ സുഖമാണ് കേട്ടോ. ഇനി അടുത്തത് കുറച്ച് പദങ്ങൾ നമ്മുടെ കിതാബിൽ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. നമ്മുടെ അറബി കൂടുതൽ മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കും. കൂടുതൽ വെക്കാബുലറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മുബാറാത്തുൻ എന്ന് പറഞ്ഞാൽ മത്സരം. മാറഖ് എന്ന് പറഞ്ഞാൽ യുദ്ധക്കളം. സായലബ് എന്ന് പറഞ്ഞാൽ കൂരൻ, അതായത് നമ്മൾ മലയാളത്തിൽ പറയുന്നത് കുറുക്കൻ എന്ന് പറയും, കുറുക്കൻ. അറബത്ത് എന്ന് പറഞ്ഞാൽ ശക്തമായി ഒഴുകുന്ന പുഴ. അറബത്ത് എന്ന് പറഞ്ഞാൽ ശക്തമായി ഒഴുകുന്ന പുഴ. ഉസ്കുംലത്തുൻ എന്ന് പറഞ്ഞാൽ സ്റ്റൂള്. നമ്മുടെ നാട്ടിൽ ഉള്ള 3 കാലുള്ള സ്റ്റൂൾ ഉണ്ടല്ലോ, ആ സ്റ്റൂളിനെ സംബന്ധിച്ചാണ്. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.